ഇന്ത്യയിൽ മൊത്തം 2 മാസം ബില്ലിംഗ് സൈക്കിൾ ഇല്ല. ഇത് പറ്റിയൊരു പരിപാടിയാണ്. 1 മാസത്തെ ബില്ലിംഗ് സൈക്കിളിലേക്ക് വരണം. അതിനവർ കാരണം പറയുന്നതാ, ഇത് കുത്താനുള്ള എംപ്ലോയീസ് കൂടണം. നിങ്ങൾ കുത്തണ്ട, സ്മാർട്ട് മീറ്റർ വെച്ചാൽ മതി, പ്രശ്നം തീർന്ന്. എഫിഷ്യൻസി കൂടി, സമയലാഭം ഉണ്ടായി, കച്ചവട ലാഭം ഉണ്ടായി, ചെലവ് കുറഞ്ഞു. ഇതാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ പോയി കുത്തി ഞങ്ങൾക്ക് തരണ്ട. അങ്ങനെയുള്ള ഒരു സംവിധാനം നിന്നിട്ട് കാലങ്ങളായി. നൂറ്റാണ്ട് പഴക്കമുള്ള സംവിധാനം കൊണ്ടുവന്നിട്ട് പറയാം പ്രൈസ് ഹൈക്ക്. എന്റെ രണ്ടാമത്തെ സെക്ഷൻ ഇത് കഴിഞ്ഞു, പ്രൈസ് ഹൈക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇതിന്റെ കൂടെ തന്നെ ഉപമായിട്ട് രാവിലെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. സർ, എനിക്ക് 3 കാരണങ്ങൾ പറയാനുണ്ട്. ഈ പബ്ലിക് ഹിയറിംഗ് നൾ ആൻഡ് വോയിഡ് ആണ്, അൺഡെമോക്രാറ്റിക് ആണെന്ന് പറയാൻ അനുവദിക്കാം. കാരണം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല, ജനങ്ങൾക്കറിയില്ല. കാരണം കൃത്യമായി സിമ്പിളായി ന്യൂസ് പേപ്പറിൽ സിമ്പിളായി മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇവിടെ കാണിച്ച കണ്ടിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവും. ഞാൻ ചോദിക്കട്ടെ, ഒരു കൃത്യമായ രീതിയിൽ 111 പേജുള്ള പ്രപ്പോസലാണ്. ഇത്രയും ലേൺഡ് ആയിട്ടുള്ള, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ടെക്നിക്കലി സപ്പോർട്ടുള്ള, നിയമപരമായി സപ്പോർട്ടുള്ള ഒരു കമ്മീഷന് 111 പേജുള്ള പ്രപ്പോസൽ ഇവർ കൊടുത്തേ. നമുക്ക് ഒരു ന്യൂസ് പേപ്പറിൽ നമുക്ക് മനസ്സിലാവില്ല, ഇവർക്ക് മനസ്സിലായാൽ മതി. ആ 111 പേജുള്ളത് സാറിനറിയോ? റെഫർ ടു സുപ്രീം കോർട്ട് വെർഡിക്ട്സ്, എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ആക്ട്. അത് സെൻട്രൽ ഗവൺമെന്റ് 5-6 വർഷം മുമ്പ് കൊണ്ടുവന്നപ്പോഴേ, EIA ഇമ്പാക്ട് ആ അസസ്മെന്റ് ആക്ട് കൊണ്ടുവന്നപ്പോഴേ ജനങ്ങൾ ഒരുപാട് ആൾക്കാർ ഇമെയിൽ അയച്ചു, ലക്ഷങ്ങൾ ഇമെയിൽ വന്നു. അങ്ങനെ ഇവര് ആ ഇമെയിൽ വന്നു എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് സുപ്രീം കോർട്ട് ഇടപെടുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഈ നിയമമായിട്ട് മുന്നോട്ട് പോവുക? കാരണം ഇതിൽ 10-29 ഭാഷ സംസാരിക്കുന്ന മനുഷ്യന്മാരുള്ള നാടാണ്. നിങ്ങൾ ഇംഗ്ലീഷിലാണ് EIA ഡ്രാഫ്റ്റ് ബിൽ അയച്ചിരിക്കുന്നത്. ഇത് നോക്കി ഇവരെങ്ങനെയാണ് റിവ്യൂ നടത്തുക? സർ, ഈ കാണുന്ന പ്രപ്പോസൽ വായിച്ച് മനസ്സിലാക്കാൻ എന്ത് എഫേർട്ടാണ്. 4-5 കല്ലുകൾ വെച്ച സാധനമല്ലാതെ കൃത്യമായി മലയാളത്തിൽ എഴുതി തയ്യാറാക്കിയ ക്ലാസുകൾക്ക് സംഘടിപ്പിച്ചില്ലേ? അതുപോലെ വാർഡ് സഭകളിൽ ക്ലാസ് കൊടുക്കാൻ പറ്റുന്ന സെക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട് ഇവർക്ക്. എന്തുകൊണ്ട് ആ തരത്തിൽ ചെയ്തില്ല? ഗ്രാമസഭകൾ ഉപയോഗിക്കാം, വാർഡ് സഭകൾ ഉപയോഗിക്കാം, അച്ചടിക്കാം. ഒരു ചെലവും KSEBിക്കില്ല. ഒരു 15 ഇവിടെ അരമണിക്കൂർ ചെലവഴിച്ചില്ലേ? 15 മിനിറ്റ് ഗ്രാമസഭയിലും വാർഡ് സഭയിലും കൊടുത്താൽ മതി സർ. അത് ചെയ്യില്ല. അടുത്തത് സർ, അടുത്ത ഒന്നുകൂടെ സർ, ഒരു ന്യൂസ് പേപ്പർ, ഏതോ 2 മലയാളം പേപ്പറും ഒരു ഇംഗ്ലീഷ് പേപ്പറും രാജൻ സാറിനോട് സംസാരിക്കൊണ്ട് വ്യക്തമായി പറഞ്ഞു, സ്റ്റാറ്റ്യൂട്ടറി മാൻഡേറ്ററി സിസ്റ്റം. കുറെ അങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് മറ്റേ മമ്മൂട്ടിയുടെ ലാംഗ്വേജ് പറഞ്ഞ പോലെ പോവും. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നിയമപരമായ കാര്യത്തിന് വേണ്ടി കൗമുദി വേറൊരു പത്രം, വേറൊരു പത്രം, ഇവിടെ പത്രം വായിക്കുന്ന പല പത്രങ്ങൾ വരണം. ഇത് കൃത്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് കാര്യകാരണ എഴുതി ലഘുലേഖ വിതരണം ചെയ്ത് വാർഡ് സഭയും ഗ്രാമസഭയും എടുത്ത് വേണം മുന്നോട്ട് പോകാൻ. സാർ, ഞാൻ എന്തൊരു കാര്യം, ഒറ്റ കാര്യം സാർ, ഇവിടെ കാസർഗോഡ് നിന്ന് വയനാട് നിന്നുള്ള എത്ര പേര് കേട്ട്? കണ്ണൂരിൽ നിന്ന് പേരുണ്ട്? ഒരാള്. ആ എനിക്ക് തോന്നുന്നത് 6 പേരേ ഉള്ളൂ മൊത്തം 3 ജില്ലയിൽ സർ. ആ 3 പേര് 6 പേരേ ഉള്ളൂ മൊത്തം ജില്ലയിൽ. സാറേ, 4 ജില്ലയിലുള്ള ആൾക്കാർ ഇവിടെ വരണ്ട. ഈ കോഴിക്കോടുള്ള ആൾക്കാർക്ക് ഒരു സ്ഥലം തയ്യാത്തൊരുത്ത് 100 പേർക്ക് പ്ലാൻ ചെയ്ത് ചിന്തിക്കുന്നത്. എന്നിട്ട് അതിന്റെ ആ പാർട്ടീഷൻ സാറ് വരുന്നതിന് മുമ്പാണ് പാർട്ടീഷൻ നീക്കുക. എന്നിട്ട് സാറിന്റെ ഉത്തരവാദിത്തത്തിൽ ഇവിടെ കൊണ്ടുപോയി വെക്കുക. സാർ, ഒരു ജില്ലക്ക് തന്നെ ഞങ്ങൾക്ക് തികയുന്നില്ല. സാറ് ഇതെല്ലാം കൂടി ആകെ ഇന്നിവിടെ 4-ാം തീയതി പാലക്കാട്, 5-ാം തീയതി എറണാകുളം, 10-11 തിരുവനന്തപുരം. ഈ സമയത്ത് ഇത്രയും സ്ഥലത്ത് വെച്ച് സാറേ 14 ജില്ലയിലെ 3.5 കോടി ജനങ്ങളിൽ ഒരു 10% സാറിനോട് സംസാരിക്കുന്ന ആഗ്രഹം വേണ്ടേ? അതുകൊണ്ട് സാറിന്റെ ഈ ഡെമോക്രാറ്റിക് മൈൻഡ് സെറ്റ് വെച്ച്, സാറിന്റെ ഈ ഇൻക്ലൂസീവ് മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇന്ന് സാറ് കാണിച്ചു വെച്ച സാധനങ്ങളുണ്ടല്ലോ, ആ ഒരു സാധനം വെച്ച് സാറിനോട് പറയാണ്, സർ പ്ലീസ് ഡു കണ്ടക്ട്. അല്ലെങ്കിൽ ഇന്നിത് നടക്കുന്നത് കള്ളൻ കോവിഡാണ്. ആം ആദ്മി പാർട്ടി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഈ മീറ്റിംഗ് ഒരു കാരണവശാലും ജനാധിപത്യപരമല്ല, നിയമപരമല്ല, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തിട്ടില്ല, ജനങ്ങൾക്ക് അറിവ് നൽകിയിട്ടില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിയാൽ സാർ, ഞാൻ നിർത്തുന്നതിന്റെ കൺക്ലൂഷനിൽ വെച്ചതാണ്. അത് ഒന്നേ ഉള്ളൂ സർ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവർ 10ാം ക്ലാസ് പാസ്സാകാത്തവരെ ഇവർ ജോലിക്കുണ്ട്. അതിന്റെ നന്മയെ മനസ്സിലാക്കുന്നത് സർക്കാരിന്റെ നന്മ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സും ഇല്ലാത്ത സമൂഹത്തിലെ അബല വിഭാഗത്തെ ചേർത്ത് പിടിക്കാനുള്ള നന്മയുണ്ട് സർ. കാണാതിരുന്നുകൂടാ. പക്ഷേ ഇവിടെ ഡേഞ്ചർ അവിടെയല്ല, അവരെ ഇലക്ട്രിക്കൽ വർക്കറായിട്ട് എടുക്കുക. എന്നിട്ട് അവർക്ക് കാലക്രമേണ ആകുമ്പോൾ പിന്നെ അവർ ടെക്നിക്കലായിട്ട് അവർക്ക് കാലക്രമേണ അവരെ ലൈൻമാനായിട്ട് പ്രൊമോട്ട് ചെയ്യും. അവിടെ തീരുവരും സർ. ഈ 10ാം ക്ലാസ് പാസ്സാകാത്തവരെ പിന്നെ ഓവർസിയറാണ്. 3 വർഷം കൊണ്ട് പിന്നെ ഓവർസിയർ ആക്കിയവനെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇല്ല നിങ്ങൾ പറയട്ടെ, ഈ രാജൻ സാറിനോട് പറയട്ടെ. അതും കഴിഞ്ഞ് AXC ആക്കിയത് പോലും ഉണ്ട്. അത് എവിടെ കിടക്കുന്നറിയോ? അവിടെ പോലും 10ാം ക്ലാസ് പാസ്സാകാത്തവൻ. ശരിയാണ്, പഴയ തലമുറയൊക്കെ നിങ്ങൾ പറഞ്ഞു നോക്കും. പക്ഷെ ഞങ്ങൾ അനുഭവിക്കുന്നത് 10ാം ക്ലാസ് പാസ്സാകാത്തവനാ. എന്റെ സംശയം, ഇങ്ങനെയുള്ളവരെ
ഒരു മിനിറ്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടായിരുന്നു ITI പഠിച്ചു വേണം സർ, ITI ക്വാളിഫൈഡ് ആകണമെന്നായിരുന്നു നിയമം. ഈ നിയമം അതിജീവിച്ചാണ് നമ്മൾ 10ാം ക്ലാസ്. കുഴപ്പമില്ല, സമൂഹത്തിൽ പഠിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ഭാഗങ്ങളെ ചേർത്ത് നിർത്താൻ ഇത്ര സ്കീമുകൾ നല്ലതാണ്. പക്ഷേ ഇതിന്റെ ഉള്ളിക്കാക്കിയാണെങ്കിലും അവൻ ITI പഠിക്കാൻ പറ്റണ്ടേ? ആ വിദ്യാഭ്യാസം അവന് കൊടുത്തില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ലാസ്റ്റ് ആകാശത്തെ ഇവിടെ ചിരിച്ചുകൂടാ. ലാസ്റ്റ് സർ, അവസാനത്തത് ഈ പറയുന്ന ഡ്രൈവർ 1,12,000 രൂപയാണ് ഇപ്പൊ അയാളുടെ സാധനം. ഏതെങ്കിലും സാറിന്റെ ഭാഷ മോശമായി പോയി ഞാനൊന്നും പറയുന്നില്ല, ഈ സദസ്സിനെ വാങ്ങിച്ചുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നു. കാരണം ഈ ആൾക്ക് എങ്ങനെയാണ് 1 ലക്ഷം, ഞങ്ങളുടെ ഡ്രൈവർമാർക്ക് 2 ലക്ഷം കൊടുക്കുന്ന ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ ആദ്യം എഞ്ചിനീയർക്ക് 1 ലക്ഷം കൊടുക്കുക. അപ്പൊ ഈ തരത്തിൽ ഇൻബാലൻസ്ഡ്, അൺതോട്ട്ഫുൾ, അൺഓർഗനൈസ്ഡ് ലൂട്ട് ഉണ്ട്. ഓർഗനൈസ്ഡ് ലൂട്ട് ഉണ്ടല്ലോ, അൺഓർഗനൈസ്ഡ് വേ ഇത് നിർത്തിയില്ലെങ്കിൽ ഇത് പ്രശ്നമാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇങ്ങനെ ഒരു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു ക്രിസ്ത്യനെ നിങ്ങൾ മാനിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇത്തരം ഹിയറിങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കി ഭാഗമാകണമെന്ന് കേട്ടു വന്നവരോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും സ്നേഹം, നന്ദി, നമസ്കാരം.